അപ്പം ഈ ഇല എന്നാന്ന് മനസ്സിലായില്ല. ഇല കണ്ടപ്പോഴേ മനസ്സിലായില്ല ഇന്നത്തെ 4 മണി കാപ്പിക്ക് എന്താണെന്നുള്ളത്. അപ്പം നമുക്കിന്ന് കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇല ഇട്ടിരിക്കട്ടെ. ഞാൻ കുറച്ച് തേങ്ങ കുത്തിയെടുക്കുവാണേ. നമ്മൾ കഴിഞ്ഞ ദിവസം ചക്കയൊക്കെ നല്ല വഴറ്റി വെച്ചായിരുന്നു. ആ ചക്കയും കൊണ്ട് ഇതുവരെ കുമ്പിളപ്പം ഉണ്ടാക്കിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇന്ന് ഞായറല്ല, ഇന്ന് എഡ്വിനൊക്കെ വീട്ടിലിരിക്കണ ദിവസം, ചേട്ടായും വീട്ടിലിരിക്കണ ദിവസം. അപ്പം അവർക്ക് ഈ ഐറ്റം ഇഷ്ടമുള്ളതാണ്. അപ്പം ഇന്ന് അതുകൊണ്ട് അത് തന്നെ പരീക്ഷിക്കാം നമുക്ക് കേട്ടോ. അപ്പം അതെ, തേങ്ങയൊക്കെ ഇത്തിരി മതി. ഇതങ്ങൊന്ന് കൊത്തിയെടുക്കണം. ഇതല്പം നെയ്യിൽ വഴറ്റിയെടുക്കാനാണ്. നമ്മൾ പായസത്തിനൊക്കെ അരിയും കൂട്ടി ഇത്തിരിയോടെ വലുതാണെങ്കിലും കുഴപ്പമില്ല, ആ ഒരു പാകത്തിന് അരിഞ്ഞെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ചെറുതായിട്ട് കുത്തിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു. നെയ്യ് ചൂടായി വന്നപ്പോഴത്തേക്ക് ഈ കൊത്തി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊരു കളർ ചേഞ്ച് വന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തേങ്ങയുടെ ഒക്കെ കളർ ഒരു ചേഞ്ചായിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ ചക്ക ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ ചക്കയിൽ മൊത്തം ഇട്ട് കൊടുക്കണില്ല, ഇതിൻ്റെ ഹാഫ് ഇട്ട് കൊടുക്കുക കട്ടയായിട്ട്. അതിലൊരു ഹാഫ് ഇട്ട് കൊടുത്തു. ഇനി ആ ചക്കയൊന്ന് മെൽറ്റായി വന്നു കേട്ടോ. ഒരു പിഞ്ച് ഏലക്ക പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ പുട്ടുപൊടിയും അമൃതം പൊടിയും വെച്ചാണ് ചെയ്യാറുള്ളത്. ഇന്ന് അമൃതം പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പിള്ളേർക്ക് കിട്ടണില്ലല്ലോ, അതുകൊണ്ട് ഞാൻ റവ തന്നെ വെച്ചാട്ടോ ചെയ്യുന്നത്. അത് നല്ലതാണ്. ഇതിലേക്ക് ഞാൻ അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചക്ക വരട്ടി വെച്ചപ്പോൾ ഇതിൽ ഓൾറെഡി ശർക്കരയൊക്കെ ഇട്ട് ഞാൻ വഴറ്റിയത്, അതുകൊണ്ട് ഇപ്പം ശർക്കരയൊന്നും മധുരമൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ചിരകിയ തേങ്ങയൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അങ്ങനെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം, നല്ല ടേസ്റ്റ് കൂടുകയുള്ളൂ. ഞാനിപ്പോൾ അങ്ങനെ ചേർക്കണില്ല. ഇങ്ങനെ നെയ്യിൽ വരട്ടിയെടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. അത് ചിരകിയ തേങ്ങയാണെങ്കിലും നെയ്യിൽ വരട്ടിയെടുത്താൽ നല്ല ടേസ്റ്റ് വരും കേട്ടോ. ഇതിന് ഞാൻ കുറച്ചും കൂടെ പൊടി ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് വരാം കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി അല്പം എടുത്ത് മധുരം ഉണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ എല്ലാം പാകത്തിനാണ്, അതൊന്ന് നോക്കാം. എല്ലാം പാകത്തിനാട്ടോ. ഉപ്പുണ്ട്, മധുരമുണ്ട്, ഏലക്കായ നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ ചൂടോടുകൂടി തന്നെ നമുക്കങ്ങ് ഇലയിലേക്ക് വാരി വയ്ക്കാം കേട്ടോ. ഇങ്ങനെ ഈ ചൂടോടുകൂടി വയ്ക്കുമ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല മയമായിരിക്കും. അപ്പം ഇത് ഞാൻ ഇലയൊക്കെ നന്നായിട്ട്, ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഇലയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാട്ടോ ഉപയോഗിക്കാൻ പോളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞാവ് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നതിൻ്റെ എന്നെ പറ്റിയേ ഒത്തിരി പാപ്പം ഉണ്ടാക്കിയിട്ട് തരാമല്ലോ. ഉറങ്ങാൻ കിടന്നതേ മഴക്കാറുണ്ട്. എത്ര കറിയണേ അപ്പം ഉണ്ടാക്കട്ടെ. ഒത്തിരി ഉപ്പുണ്ടോ നോക്കാമോ? കുറച്ച് ഉപ്പുണ്ടോ നോക്കട്ടെ. പച്ചയ്ക്ക് അങ്ങനെ തിന്നാലേ വയറ് നോട്ടോ. നേരെ ഇരുന്നേ, ഉമ്മഇത് ഉണ്ടാക്കാം. എന്നതാടാ? അയ്യോ, അത് കൊള്ളില്ല, പച്ചക്ക് ഒന്നും കൊള്ളില്ല. ഇവിടെ ഇരിക്കേ, തരാം അവിടെ നിൽക്കാം. പൊന്നൂസ് ഇന്ന് ഉറങ്ങാൻ കിടന്നതേ വഴക്കാറുന്നു കേട്ടോ. കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് പള്ളിയിൽ പോയി, കുളിച്ചിട്ടാണ് പള്ളിയിൽ പോയത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഉച്ചയായില്ലേ, അതുകൊണ്ട് ഞാനങ്ങ് കുളിപ്പിച്ചില്ല. അപ്പോൾ ഉറങ്ങാൻ ഭയങ്കര മടിയായിരുന്നേ.
അപ്പം അതുകൊണ്ട് ചേട്ടായിയും കിടക്കണം എന്ന് പറഞ്ഞ് ചേട്ടായിയുടെ കൂടെയാണ് കിടന്നത്. കരഞ്ഞ് പറക്കിയാണ് കിടന്നത്. അപ്പം അത് എണീറ്റ് വന്നപ്പോഴും അതിൻ്റെ ഒരു ഹാങ് ഓവറാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ചേട്ടായി ഒട്ടും എണീറ്റോ ഇല്ല, അവളേറ്റ് വന്നു. എന്തെങ്കിലും കാര്യം ഇങ്ങനെ വഴക്കുണ്ടാക്കി പിന്നെ അവൾക്കത് സാധിച്ചു കൊടുക്കണം, അല്ലാണ്ട് അവൾ നിർത്തുമില്ല. പൊന്നൂസേ, ഏതാ പൊന്നുൻ്റെ ഏതാ? എല്ലാ ഇലയും വലിയ ഇലയാണ്. ഞാൻ കുഞ്ഞിത് നോക്കിയിട്ട് ചെറിയ ഇലയൊന്നുമില്ല. ഇപ്പം ഈ പുതിയത് തളമ്പുണ്ടായി വരുന്നത് എല്ലാം വലുതാണ്. ഇവിടെ രണ്ടുപേരും മത്സരം. ഏറ്റവും ചെറിയ ആൾക്ക് ഏറ്റവും ചെറുത് വേണം. ചേട്ടായിക്ക് അല്ലേ, ചേട്ടായിക്ക് പൊന്നൂന് ഞാൻ ഏറ്റവും ചെറുത് നോക്കുമ്പോൾ അവനാണ് ഏറ്റവും ചെറുത് എടുക്കണത് കേട്ടോ. അങ്ങനെ വലുപ്പം നോക്കിയാൽ അവർ തന്നെ അവർക്ക് ഇഷ്ടമൊക്കെയാണ്. പക്ഷെ നമ്മൾ ചെറുത് തിന്നുമ്പോഴല്ല ഇത്രയോടെ ടേസ്റ്റ് തന്നെ. സൗണ്ടിനൊക്കെ ഇത്തിരി വിഷയമുണ്ട്, അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ജലദോഷവും തൊണ്ടവേദനയും ചുമയൊന്നും മാറിയിട്ടില്ല. അങ്ങനെയൊക്കെ എന്ത് ചൂടാലും ഭയങ്കര ചൂടാണ് ഇവിടെയൊക്കെ കേട്ടോ. എല്ലായിടത്തും ഒക്കെ ഇങ്ങനെയുണ്ട് ചൂടും കാര്യങ്ങളും. എല്ലായിടത്തേക്കും ചിലയിടത്തേക്കൊക്കെ മഴയൊക്കെ പെയ്തു അല്ലേ. പക്ഷെ നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടില്ല, നല്ല ചൂട് തന്നെയാണ്. വെള്ളത്തിനും ഒക്കെ ക്ഷാമമായി തുടങ്ങി. അങ്ങനെയൊക്കെ അല്ലേ, എന്തോ പുകച്ചില്ല. പിന്നെ എന്നാ വിശേഷമൊക്കെ? അങ്ങനെയൊക്കെ പോണു ഞങ്ങളുടെ വിശേഷങ്ങൾ. ഫാസ്റ്റ് വന്നത് ചെറുതുണ്ട്. എന്നാടാ, നല്ലതാണോ? അവൾക്ക് ഞാനത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തോട്ട് ഇത്തിരി വയറുവേദന എടുക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് അവൾ അവിടെ ഇരിക്കണേ. അല്ലെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പം ഞാനെല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. ഇതല്ല ഓർന്ന് അഴിഞ്ഞു പോയത്. അപ്പം ഇനി ഇതൊന്ന് അടുപ്പത്തേക്കും കൂടെ വയ്ക്കട്ടെ. അപ്പം ഞാൻ അടുപ്പ് വെച്ചു. ഇനി ഏകദേശം ഒരു 15-20 മിനിറ്റ് വേണം കേട്ടോ. ഒത്തിരി തിക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വേണം. ഇത് കുറച്ചുള്ളതുകൊണ്ട് പെട്ടെന്ന് 10-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ആയിക്കോളൂ കേട്ടോ. കണ്ടോ, ഒരു ഹായ് പറഞ്ഞിടകള്ള. ഇല്ല, ഓ പ്ലീസ് പ്ലീസ് ഒന്ന് പറ. ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് പൊന്നൂസ്. ഇല്ല, പൊന്നൂസിന് മൂഡില്ല കേട്ടോ. പൊന്നൂസിന് മൂഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയാം. എന്തോ? ആ ബൈ ബൈ. ഹായ് ഒന്നുമില്ല, ബൈ ബൈ പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ചെടി നനച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇത് റെഡി ആയിക്കോളും. അന്നേരം അവൾക്ക് കൊടുക്കാമല്ലോ. നമ്മുടെ ചക്കയുടെയൊക്കെ ഇപ്പം നന്നായിട്ട് റെഡിയായി കാണും, വെന്ത് കാണും. നല്ല മണം വെന്തിട്ട്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. മക്കൾക്കുള്ളത് ചൂടാണ് എടുത്ത് വെച്ചേക്കുന്നുണ്ട്. നല്ല സൂപ്പർ ചക്കയുടെ കേട്ടോ. ആ തേങ്ങാക്കൊത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് കൊണ്ട് നല്ല അടിപൊളി. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാത്ത ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ടൊന്ന് കമൻറ്റ് ബോക്സിലിടണേ.